അയ്യോ ഏതെടുക്കണ്ടേ ഉദ്ദേശിച്ച് വാ അങ്ങനെ പിടിക്കാം. കാസർഗോഡ് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ആളുകൾക്ക് ഈസി ആയിട്ട് ആക്സസ്സാണ്. ഇപ്പോൾ നാഷണൽ ഹൈവേ വന്നതോടുകൂടി ടൈം ഇനി മലപ്പുറം ആയാലും കോഴിക്കോടായാലും ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. പണ്ട് ഇത് തുടങ്ങി വെച്ചിട്ട് പോയ ആളല്ലേ നിങ്ങള്, പിന്നെ ബൈക്ക് വന്നോ? ഇല്ല, എന്താ ഞാൻ അതല്ല ആലോചിക്കണത്. ഇവിടുത്തെ ചേഞ്ച് ഉണ്ടല്ലോ. നിങ്ങളെ കാസർഗോഡ് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലാണ് ഹാജിഖാനെ കാണല്ലോ എന്നുള്ളത്. പക്ഷെ ഇവിടെ ഭയങ്കര ചേഞ്ച് ആയിട്ടാ, നല്ല മാറ്റം വന്നു. ഇപ്പൊ എത്ര വർഷം നമ്മളൊന്ന് കണ്ടിട്ട്? രണ്ടാമത്തെ കൊല്ലായി. രണ്ടാമത്തെ തുടക്കക്കാരൻ നിങ്ങളല്ലേ, നിങ്ങളാണ് ഉഷാറാക്കി തന്നത്. ഫാമിലി ഒക്കെ ഇഷ്ടമാണ് വരുന്നുണ്ട്. അല്ല ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ഇവിടെ മറ്റേ എന്താ പടി, ഞങ്ങൾ മംഗൾപാടി പോവാണ്. അപ്പൊ കിട്ടൂലേ? മീൻ പിടിച്ചൂടെ? പിടിച്ചോ, മീൻ പിടിച്ച് ഇഷ്ടം പോലെ. എന്താ വേണ്ട നീ കിട്ടും. പക്ഷെ നിങ്ങളെ മീൻ രക്ഷ എത്ര ടേസ്റ്റ് കാരണം എന്താ അതൊന്ന് പറഞ്ഞോട്ടേ. ഇതൊരു ദ്വീപാണ്. ദ്വീപ്. ഇതിന്റെ രണ്ട് സൈഡും വലിയ കാലിന്റെ അടിയിലുള്ള ദ്വീപാണ്. ആ ദ്വീപിൽ നിന്ന് ഞാനിത് ശരിക്കും അന്ന് ഒരിക്കലും കൂടെ പറഞ്ഞത്, വലിയൊരു തെങ്ങും തോപ്പായത്. ഇത് കുഴിച്ചുണ്ടാക്കിയാന്ന് ഈ കാണുന്നൊക്കെ. അപ്പൊ രണ്ട് ഭാഗത്ത് ആക്സസ് അതേ വെള്ളമാണ്. നാച്ചുറലായിട്ടാണ് മീൻ എന്താക്കില്ലേ, നാച്ചുറലായിട്ട് എങ്ങനെയാണോ പുഴയിലൊക്കെ വളരുന്നത് അതേമാതിരി. പിന്നെ ഇതിന്റെ തീറ്റയും ഞാൻ നാച്ചുറലായിട്ട് ചെറു മീനുകളാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്ത് കിട്ടുന്ന അതേ ലെവലുള്ള ടേസ്റ്റുള്ള മീനാണ് നിങ്ങൾക്ക്. ഗ്രേറ്റ്. നിങ്ങളെ ഷെഫ് ഉഷാറാ. കാരണം ചോറും കൂട്ടാനുകളൊക്കെ വളരെ സ്പെഷ്യലാണ്. മീൻ നമുക്ക് പിടിക്കാം, ഉണ്ടാക്കാം, നിങ്ങൾ ഉണ്ടാക്കി തരും. അടിപൊളി. മീൻ ഇപ്പൊ ഞങ്ങളത് മെയിൻ ഇപ്പൊ ഫിഷ് മന്തി വരുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റെഡി ആക്കൂലേ? ഷാജി കഴിച്ചിട്ട് പോവാ. ഫിഷ് മന്തി എന്ന് പറഞ്ഞാല് പിന്നെ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് മട്ടൺ മന്തി, ചിക്കൻ മന്തി ഇത്ര ലൈവായിട്ട് പിടിച്ചിട്ട് ഫിഷ് മന്തി ഉണ്ടാക്കാൻ. അപ്പൊ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കി. ഫിഷ് കൗണ്ടി നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ ഇവിടെ എത്തും. എന്നാലും ഏത് പഞ്ചായത്ത് എന്തൊക്കെ? വലിയപറമ്പ് പഞ്ചായത്താണ്. നിയർ ടു പടന്ന. റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു 5 കിലോ. ഞങ്ങളെ പ്രത്യേക ഒരു ഇതുണ്ട്, അതായത് സ്റ്റേ അടക്കമുള്ള പാക്കേജ് ഉണ്ട്. അത് തൊട്ടപ്പുറത്ത് സ്റ്റേ ഒരുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഹൽദി, മെഹന്തി, ബേബി എന്തൊക്കെയാണ്, ഷവർ, ബർത്ത്ഡേ, എല്ലാ സെലിബ്രേഷനും നിക്കാഹുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് എൻ്റെ സുഹൃത്തിൻ്റെ സംരംഭത്തിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒരിക്കലും രുചിയില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ തുടങ്ങൂല. അടിപൊളി ടേസ്റ്റ്. ഓക്കെ, ചോറ് വരാനുണ്ട് ഷാജി. ചോറ് എന്നല്ല മെയിൻ ഇതാണ്. മീൻ, അതിൻ്റെ പിന്നെ തല കൊണ്ടുള്ള കറിയുണ്ട്. പിന്നെ ചോറ് വാഴൻ്റെ ഇതിലൊക്കെ പോയി നല്ല ആംബിയൻസ് ആണ്. അടിപൊളി ആംബിയൻസ്. കൂട്ടാനുകൾ ഒരുപാടുണ്ട്. ഞാനിവിടെ കാസർഗോഡ് പടന്നയിൽ ഈ ഫിഷ് കൗണ്ടിയിൽ ആദ്യമായിട്ട് വരികയാണ്. ഒരു നല്ലൊരു അനുഭവം ചെയ്യുന്ന അടിപൊളി ഫ്രഷ് സാധനം തിന്നുമ്പോണ്ടാവുന്ന ഒരു സുഖം കിട്ടുന്നുണ്ട്. എവിടെ വീട്? ഇവിടെ തന്നെ. പടന്നയിലല്ലേ? വരാറുണ്ടോ? അവിടെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. എന്താ സ്ഥിതി? ഫുഡെല്ലാം വളരെ നല്ലത്. ഫിഷാണ് വരെ മെയിൻ. നല്ല പൊന്നരിൻ്റെ ചോറ്, നല്ല കാളാഞ്ചി മുളകിട്ടത്, പിന്നെ ഫ്രൈ ചെയ്ത് തവ ഫ്രൈ ചെയ്ത് വേറെ റേഞ്ചാട്ടാ. മന്തികൾ, മട്ടൻ, ചിക്കൻ കോഴിക്കോടും മലപ്പുറത്തൊക്കെ സുലഭമാണ്, വെറൈറ്റി ഉണ്ട്. ചിക്കൻ, ഫിഷ് വളരെ റയറാണ്. പക്ഷെ ഇത് സ്പെഷ്യലാന്ന്. അത് രാത്രി മാത്രമേ കിട്ടുള്ളൂ, ഉച്ചക്കും കിട്ടും, ഏത് സമയത്തും കിട്ടും. താങ്ക് യു വെരി മച്ച്. പെട്ടെന്നുള്ള യാത്രയിൽ വിളിച്ചപ്പോൾ ഇവിടെ എത്തി. സന്തോഷം. കാസർഗോഡ് ജില്ലന്റെ ഏകദേശ ഭാഗമൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. പക്ഷെ കൂടുതൽ സമയം ഇവിടെ തന്നെയാണ്. ഇനി എന്റെ പ്രേക്ഷകർക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ദൂര സ്ഥലങ്ങൾ വന്ന് അക്കോമഡേഷൻ വേണമല്ലോ. ഇപ്പൊ അതിന്റെ വർക്ക് ഫ്യൂച്ചറിൽ ഇവിടെ വരും. ഇതിനകത്ത് തന്നെ കോട്ടേജുകൾ വരുന്നുണ്ട്. പക്ഷെ അതുവരെയുള്ളവർക്ക് ഒരു പാക്കേജ് എന്തോ സംവിധാനം പാക്കേജ് ഉണ്ട്. നമ്മൾ കായൽ കാണിച്ചില്ലേ, ആ കായലിന്റെ മറുഭാഗത്ത് ഞങ്ങൾ ടൈപ്പുള്ള എൻ്റെ തന്നെ കോട്ടേജ്, നല്ല കോട്ടേജുകളുണ്ട്. സ്വിമ്മിംഗ് പൂളിലടക്കമുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ അവർക്കൊരു പാക്കേജ് ഉണ്ട്. ഒരു ഫാമിലിക്ക് വന്നാൽ ഇവിടെ താമസം, അവിടെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ്,
അതേമാതിരി ഉച്ചക്ക് ഭക്ഷണം, രാത്രി എങ്ങനെ കൊണ്ടുവരാ തോണിയിൽ ബോട്ടിൽ കൊണ്ടുവരും. നേരെ അടുത്ത് തന്നെയാണ്, കണ്ടില്ലേ, അവർ പാക്കേജ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് പിക്കപ്പ് അവിടുന്ന് പിക്കപ്പ് ചെയ്യും, പിക്ക് ചെയ്ത് കൊണ്ടുവരും. 1 ഡേ ട്രിപ്പ് റെയിൽവേ സ്റ്റേഷൻ ചെറുവത്തൂർ. ചെറുവത്തൂർ